ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങളുടെ സപ്പോർട്ടിന്, നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന്. നമുക്ക് 2-3 കാർഡ്സ് എടുത്തിട്ട് റീഡ് ചെയ്യാവേ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സൺ കാർഡാണ്. സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തുടക്കം ഇന്ന് നിങ്ങൾ കുറിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിന് ഇന്ന് തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ പറ്റും. അപ്പോൾ അതുപോലുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തോ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവുക ഇന്നത്തെ ദിവസം തുടങ്ങണമെന്ന്, അല്ലേ? അതാണ് ഇവിടെ വളരെയധികം സന്തോഷം തരുന്ന എന്തോ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഇന്ന് തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ ഇനി മറ്റെന്തെങ്കിലും കാര്യത്തിന് ഇന്ന് നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു, വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. ഹാപ്പിനെസ് ആൻഡ് വിക്ടറിയാണ് നമുക്ക് സൺ കാർഡ് കൊണ്ടുവരുന്നത്. സൺ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന എനർജിയാണ്. നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും കാര്യത്തിൽ ഇരുളിൽ നിന്നെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതം, അതായത് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വിഷമകരമായ സാഹചര്യം ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു പ്രോഗ്രസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ചിരുന്ന ചില വിഷമകരമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനൊരു മാറ്റം വരാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനൊരു സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇന്ന് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ദൈവാനുഗ്രഹമാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ടാവണം. ഇത് ഇവിടെ ഒരുപാട് സ്നേഹം, ആരുടെയെങ്കിലും ഒക്കെ സ്നേഹം ലഭിക്കുന്ന എനർജി ഉണ്ട്. അതുപോലെ തന്നെ ഡിവൈൻ ഗിഫ്റ്റ് കിട്ടുന്ന എനർജി, ആരെങ്കിലും നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും തന്ന് സഹായിക്കാനുള്ള എനർജി, ചിലപ്പോൾ സാമ്പത്തികം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. അതുമല്ലെങ്കിൽ പലരും വിവാഹം നോക്കിയിരിക്കുന്നവർക്ക്, അതുമല്ലെങ്കിൽ നോ കോണ്ടാക്ട് അവസ്ഥയിൽ ഇരുന്നിട്ട് ഒരു കോണ്ടാക്ട് വേണം, പുതിയതായിട്ടൊരു ജീവിതത്തിലേക്ക് പോകണം, പുതിയൊരു തുടക്കം കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇന്ന് സാധിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഇന്റർവ്യൂസിനൊക്കെ ഇന്ന് പോകുന്നെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് വരുന്നതാണ്. ഇനി മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ആർക്കെങ്കിലും ഒക്കെ ജോലി ലഭിക്കുക, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം തരുന്ന, ഒരു സന്തോഷം തരുന്ന ഒരു തുടക്കം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 7th ചക്ര ആർക്കേഞ്ചൽ ഉരിയലാണ്. 7th ചക്ര എന്ന് പറയുമ്പോൾ ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ്, വയലറ്റ് കളറിലെ. അപ്പോൾ ഈ ഒരു ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് 4+1 5 ആണ് നമ്പർ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു തുടക്കം വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ, അതായത് ആജ്ഞാചക്ര, 7th ചക്രാസിൽ 7th വരുന്ന ചക്രയാണ് ആജ്ഞാചക്ര എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് സഹസ്രകോടി ഇതളുകളുള്ള ഒരു താമരപ്പൂവിന്റെ ഷേപ്പിൽ ഒരു ചക്ര ഉണ്ട് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയാണ് കാണുന്നത്. അതൊരു നല്ല നീല കലർന്ന ഒരു വയലറ്റ് കളറിലെയാണ് ഈ ഒരു ചക്ര. അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം ഒരുപാട് ലോകകാര്യങ്ങൾ അറിയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. പ്രപഞ്ച സത്യം അറിയാനുള്ള, പ്രപഞ്ചത്തിൽ നടക്കുന്ന എന്ത് കാര്യത്തിലും നിങ്ങൾക്കൊരു ബോധോദയം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു, പുതിയൊരു ജ്ഞാനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു പുതിയൊരു അറിവായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മറഞ്ഞു കിടന്നിരുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുന്നതാവാം.
മറ്റു ചില കാര്യങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതിന്റെ യാഥാർത്ഥ്യം അറിയാതെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് വെളിപ്പെട്ട് കിട്ടുന്നതാവാം. മനസ്സിലായോ? അങ്ങനെ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത്. നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാവേ. നമുക്കിവിടെ വന്നിരിക്കുന്നത് 9+4 13 ആണ്. നമ്പർ 4 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏഞ്ചൽ ഓഫ് ലവ് വന്നിട്ടുണ്ട്. നമ്പർ 4 എന്ന് പറയുമ്പോൾ 4th ചക്രയാണ് ഇവിടെ. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് കണ്ടില്ല, സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന വികാരം നമ്മുടെ ഉള്ളിൽ ഇരുന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് സ്നേഹമുണ്ട്, എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷെ അതൊന്ന് പ്രകടിപ്പിക്കുക, അതൊന്ന് ആ ഒരു വികാരത്തെ ഒന്ന് പ്രകടിപ്പിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അത് ഫീൽ ചെയ്യണം, നന്നായിട്ട് അത് ഫീൽ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്കും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കണ്ടില്ലേ, റോസ് കോഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ചക്രയുടെ ആക്ടിവേഷന് വേണ്ടി ഇവിടെ കാണിച്ചിരിക്കുന്ന ക്രിസ്റ്റൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോസ് കോഡ്സ് ആണ്. ഈ ഒരു റോസ് കോഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്റ്റൽ നിങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ സ്നേഹത്തിന് ഉപകരിക്കും. ഇത് അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിൽ വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ സമീപത്ത് എവിടെയെങ്കിലും വെച്ചിരുന്നാലും മതി. ഇതുപോലെയുള്ള ഈ ഒരു ക്രിസ്റ്റൽ, ഈ ക്രിസ്റ്റൽ ചിലപ്പോൾ നിങ്ങൾക്ക് എനർജൈസ് ചെയ്തെടുക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും ഒന്ന് എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ക്രിസ്റ്റലാണിത്. കാരണം സ്നേഹം കൊടുക്കാനും സ്നേഹം ഇങ്ങോട്ട് ലഭിക്കാനും സാധിക്കും. ഇതുവഴി നിങ്ങൾക്ക് കുറേ സന്തോഷം ഉണ്ടാവും. ഈ ഒരു സന്തോഷം മറ്റ് ചക്രാസിനെയും ബാധിക്കും. അങ്ങനെ വരുമ്പോൾ മുകളിലുള്ള മറ്റ് ചക്രാസ്, ഇത് 4th ചക്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു 4th ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ നമ്മളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന ഉടനെ തീർച്ചയായിട്ടും മറ്റുള്ള മുകളിലുള്ള ചക്രാസ്, താഴെയുള്ള 3 ചക്രാസ് ഒക്കെയും ആക്റ്റീവ് ആകാൻ തുടങ്ങും. സ്നേഹം എന്ന് പറയുന്ന വികാരം എന്താണ്? ഒരുപാട് കരകവിഞ്ഞൊഴുകുന്ന വികാരമല്ലേ അത്? അപ്പോൾ ഈ ഒരു വികാരം ഉണ്ടെങ്കിൽ തന്നെയും എന്താണ്, മറ്റുള്ളവരോട് അടുപ്പം തോന്നുന്ന എനർജിയാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ മറ്റ് ചക്രാസിന്റെ ആക്ടിവേഷൻ നിമിത്തം നിങ്ങൾക്ക് സാമ്പത്തികം വരും. മനസ്സിലായോ? സാമ്പത്തികം വരും, അറിവുണ്ടാകും. അപ്പൊ സ്നേഹം നിമിത്തമാണ് നമുക്ക് ഇതെല്ലാം വരുന്നത്. അറിവുണ്ടാകുന്നതും സാമ്പത്തികം വരുന്നതും എല്ലാം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്നേഹമാണ്. സ്നേഹം കാരണമാണ് ലവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെടാനുള്ള കഴിവ്. ഒരാളിന്റെ മനസ്സ്, ഹൃദയം നിർവികാരമാണ്. ഒരു സ്നേഹം ഒരു വ്യക്തിയോടും ഇല്ല എങ്കിൽ ആ വ്യക്തി ഒരിക്കലും സന്തോഷമായി ജീവിക്കില്ല. ഇനി മറ്റെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റുള്ള കാര്യങ്ങളൊന്നും ആ വ്യക്തിയിലേക്ക് വരികയുമില്ല. കാരണം ഇവിടെ സ്നേഹമാണ് മറ്റുള്ളതിനെയൊക്കെ ആകർഷിക്കുന്നത്. മനസ്സിലായ? സ്നേഹമുള്ളിടത്ത് മറ്റു ചില വ്യക്തികൾ അടുത്തുകൂടും, മറ്റു ചില കാര്യങ്ങൾ ഒക്കെയും അടുത്തുകൂടും. സാമ്പത്തികമായാലും ദൈവികമായ ബ്ലെസ്സിങ്സ് ഒക്കെയും വരുന്നത് എവിടെയാണ്? ഇങ്ങനെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തമാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു. അത് നിമിത്തം ജീവിതത്തിന് ഒരു സ്ഥിരത, ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ല, തലനിറച്ച് പുഷ്പങ്ങളൊക്കെ ചൂടി വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി നിങ്ങളെ ഇന്നത്തെ ദിവസം, ഇന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സന്തോഷം ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് നിങ്ങൾക്ക് വളരെയധികം മനസമാധാനത്തെ തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഗോഡസ് ഓഫ് ദ മൂൺ എന്ന് പറയുമ്പോൾ മൂൺ എല്ലായ്പ്പോഴും ചേഞ്ചിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന എനർജിയാണ്. അപ്പൊ ഈ ഒരു മൂൺ എന്ന് പറയുന്നത് എന്താണ്? ചാഞ്ചല്യമുള്ളതാണ്, ചഞ്ചലത. അപ്പോൾ മനസ്സിന് ചാഞ്ചല്യം അനുഭവപ്പെടുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂണിന്റെ സ്ഥിരതയും അങ്ങനെയാണല്ലോ, മൂണിന്റെ നിലനിൽപ്പും അങ്ങനെയാണല്ലോ, മൂണിന്റെ സ്വഭാവവും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, ചില സമയത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടായെന്നിരിക്കട്ടെ, നാളെ നിങ്ങൾക്കത് മാറും. അതിൽ നിന്ന് കുറച്ച് കുറവുണ്ടാകും. ഇന്നത്തെ ആ ഒരു വികാരത്തിൽ നിന്ന് നാളെ നിങ്ങൾക്കത് കുറച്ച് ചേഞ്ച് ആയിട്ട് വരും. മനസ്സിലായി? അങ്ങനെ ചേഞ്ച് വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ദുഃഖത്തെ നിങ്ങൾ വിചാരിക്കുക, അയ്യോ വെറുതെ ഞാൻ ദുഃഖിച്ചല്ലോ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇപ്പൊ നിങ്ങൾ സങ്കീർണമായ ഒരവസ്ഥയിലായിരിക്കണം. 5+2 7 ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കാം. ചിലപ്പോൾ ഒരുപാട് ഭയം അനുഭവിക്കുന്നുണ്ടാവാം, അതുമല്ല എങ്കിൽ മറ്റ് ചില അധമവികാരങ്ങൾ ഉണ്ടാവാം, ആൻസൈറ്റി ഉണ്ടാകാം, വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തി വന്നു ചേരുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നൊക്കെ ഉള്ള വിചാരങ്ങളിൽ, അല്ലെങ്കിൽ എനിക്ക് എക്സാമിനേഷൻ എഴുതിയിട്ടതിന് ഞാനത് ഫെയിലായി പോകുമോ, എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഭയമാണ്, ഇങ്ങനെയൊക്കെയുള്ള വിചാരങ്ങൾ, ഒരുപാട് അധമ വികാരങ്ങൾ നിങ്ങളെ ഇപ്പോൾ ഭരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങളിലേക്ക് ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കെയറിങ് കണക്ഷൻസ് ആണ്. 1+4 5 ആണ്, കണ്ടില്ലേ? അപ്പൊ ഇവിടെ കെയറിങ് കണക്ഷൻസ്, ഇന്നത്തെ ദിവസം നിങ്ങളെ കെയർ ചെയ്യാൻ ഏതോ ഒരു വ്യക്തി വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും എൻ്റെ പാർട്ട്ണർ എന്നെ ഒരുപാട് കെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പലപ്പോഴും എന്തുകൊണ്ടാണ് മറ്റൊരാളിന്റെ സ്നേഹത്തെ തേടിപ്പോകുന്നത്? കൂടെയുള്ളവരുടെ സപ്പോർട്ട് ശരിക്കും ലഭിക്കുന്നില്ല. എന്തൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചാലും ആ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോഴായിരിക്കും മറ്റൊരു വ്യക്തിയുടെ സ്നേഹം തേടുന്നത്, അല്ലേ? അവിടെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത്, അവിടെയാണ് ആയിരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് മറ്റൊരിടത്തു നിന്നും ആയിരിക്കാം കിട്ടുന്നത്. സപ്പോർട്ട് കിട്ടണം, സ്നേഹം കിട്ടണം, അല്ലേ? അപ്പോൾ കെയറിങ് ഉണ്ടാവണം. ഇതൊക്കെയാണല്ലോ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടും വേണ്ടത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളെ കെയർ ചെയ്യാൻ ഏതോ വ്യക്തി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഉള്ള വ്യക്തി തന്നെ കൂടുതലായിട്ട് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവണം. ആ വ്യക്തിയുടെ സപ്പോർട്ട്, ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ഒരുപാട് അനുഭവപ്പെടുന്നതായിട്ടും ഒത്തിരി സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നതുമായിട്ടാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കാം. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക്, പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആരും അറിയപ്പെടാതെ പോവുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് മറ്റൊരാൾ നിങ്ങളോട് പറയുന്ന വളരെ നന്നായിട്ടുണ്ടല്ലോ എന്ന് എന്തെങ്കിലും പറയുമ്പോൾ ആ സ്നേഹം അങ്ങോട്ട് പോകും, അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കെയറിങ് ഉണ്ടാകുന്നു, സപ്പോർട്ട് ഉണ്ടാകുന്നു, അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4th ചക്ര ആർക്കേഞ്ചൽ റാഫേലാണ്. റാഫേൽ കണ്ടില്ലേ? ഇവിടെ അത് തന്നെയാണ്. 3+8 11 ആണ്. അപ്പോൾ 11 നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. 11 നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഏഞ്ചലിന്റെ നമ്പറാണ് ഇവിടെ. ഏഞ്ചലിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ അത് തന്നെയാണ്, ഹീലിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അല്ലേ? ഈ ഹീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? സുഖപ്പെടുത്തലാണ്. സുഖപ്പെടുത്തൽ എന്ന് പറയുന്നത് എന്തെങ്കിലും അസുഖകരമായ സാഹചര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് എങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കത് സുഖപ്പെട്ട് കിട്ടുന്നതാണ്. കാരണം നിങ്ങൾ ആർക്കേഞ്ചൽ റാഫേലിനെ വിളിക്കുന്നുണ്ടാവും. നിങ്ങളുടേതായ ഹീലിങ്ങിന് വേണ്ടി എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചലിനെ വിളിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ മെന്റലി, ഫിസിക്കലി ഒക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ഹീലിംഗ് തരുന്നത് ആർക്കേഞ്ചൽ റാഫേലാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഈ ആർക്കേഞ്ചൽമാരെ വിളിച്ച് നമ്മുടേതായ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യപ്പെടുക, അവർക്ക് താങ്ക് യു പറയുക, ഐ ലവ് യു എന്ന് പറയുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്കതിനൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. അങ്ങനെ ശാന്തതയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു സക്സസ് ലഭിക്കുകയും ചെയ്യും. ഇവിടെ ആർക്കേഞ്ചൽ റാഫേൽ എന്ന് പറയുന്നത് നമ്മുടെ 4th ചക്രയുടെ ആളാണ്, ഹാർട്ട് ചക്രയുടെ ആളാണ്. അതുപോലെ സ്നേഹത്തെ തരാനും ഹീലിംഗ് ചെയ്യാനും, മറ്റുള്ള ഏതെങ്കിലും വ്യക്തിയോട് നിങ്ങൾക്ക് ഇപ്പോൾ വിരോധമുണ്ടോ അത് മാറ്റിയെടുക്കാൻ, മനസ്സിലായി, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഏഞ്ചലാണ് ഇത്. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതിയാകും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് തന്നെയും നിങ്ങൾക്ക് സക്സസിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പച്ച കളറിലുള്ള ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ആർക്കേഞ്ചൽ റാഫേലിന് ഹീലിംഗിന് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. അതുപോലെ ചക്രയുടെ ഹീലിംഗ് നിമിത്തം നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാവും ജീവിതത്തിൽ, മനസ്സിലായോ? അപ്പോൾ ഹെൽത്ത് പരമായാലും വെൽത്ത് പരമായാലും അങ്ങനെ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ്, നിങ്ങൾക്ക് മറ്റൊരു ലെവലിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും.
ജീവിതം ഒരു സക്സസ്സിലേക്ക് നീങ്ങാൻ സാധിക്കും. ഇതുവരെ വിചാരിച്ചിരുന്ന തരത്തിലുള്ളതല്ല എൻ്റെ ജീവിതം. ഞാൻ ഇവിടെ നിന്ന് ഞാൻ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള തോന്നലുണ്ടാകും. നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ ധാരാളമായി നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെയും എന്താണ് 1+9 10 ആണ്. റെസ്റ്റ് ആൻഡ് റിജുവിനേഷൻ ആണ്. നമുക്ക് ആദ്യം വന്ന കാർഡ് എന്ന് പറയുന്നത് എന്താണ്? സൺ കാർഡ് അല്ലെ. സൺ കാർഡ് നമ്മുടെ ബോട്ടം വന്നിരിക്കുന്നത് 1 ആണ് നമ്പർ. അപ്പോൾ ഇവിടെ ഒരു തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും കാര്യങ്ങളില്ല ഒത്തിരി മാനസികമായിട്ട് പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സാഹചര്യമാവാം. അവിടെ നിന്ന് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നു എന്ന് മാത്രം കരുതുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന്. കാരണം അതുപോലെ നിങ്ങൾ വിഷമം അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ നിന്ന് എന്താണ്, നിങ്ങൾ തളിർത്തു കൊടുത്ത് വീണ്ടും മുന്നോട്ട് ഉന്മേഷം പ്രാപിച്ചു വരികയാണ് ചെയ്യുന്നത്. മുന്നോട്ട് വരികയാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് ഉത്സാഹത്തോടു കൂടി, ഒരുപാട് സന്തോഷത്തോടു കൂടിയും ഒരു പുനരുജ്ജീവനം നടത്തി നിങ്ങൾ വരികയാണ്. വീണ്ടും ഒന്ന് പുനർജനിച്ചു വരികയാണ്. വീണ്ടും പുനർജന്മം അല്ല, വീണ്ടും ജനിച്ചു വരുന്നു എന്നുള്ളതാണ്. പുനർജന്മം എന്ന് പറയുന്നത് വീണ്ടും ജന്മം എടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ വീണ്ടും ഒരു ജന്മം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഒരു റീബർത്ത് സംഭവിക്കുന്നത് പോലെയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റെജുവിനേഷൻ എന്ന് പറയുന്ന എനർജി കൊണ്ടുവരുന്നത്. ഇവിടെ നല്ലപോലെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റക്കായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. ഈ പരാജയങ്ങളിൽ നിന്നും നിങ്ങൾ വിചാരിക്കുന്നേ ഇല്ല എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുമെന്ന്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. അത് ഹീലാവുന്നുണ്ട്. മനസ്സിലായി. ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ മരങ്ങളൊക്കെ ഇലകൾ പൊഴിച്ചിട്ട്, പഴയ ഇലകളെ പൊഴിച്ചിട്ട് വീണ്ടും പുതിയ തളിർത്ത ഇലകളെ സ്വീകരിക്കുമല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലും. അല്ലെങ്കിൽ പാമ്പുകളൊക്കെ പടം പൊഴിച്ചിട്ട് പുതിയ ഒരു സ്കിന്നിനെ ഉൾക്കൊള്ളുന്നത് പോലെ, കൈക്കൊള്ളുന്നത് പോലെ ഒരു നവജീവൻ നിങ്ങൾക്കും വയ്ക്കാൻ പോകുന്ന, നവോന്മേഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പുതിയ തുടക്കമുണ്ടാകുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിൽ അപ്പുറത്തായിട്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ 777 വന്നിട്ടുണ്ട്, 11 വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ഏഞ്ചൽസിന്റെ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. 11 വന്നിട്ടുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഏഞ്ചൽ നമ്പർ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ആശ്വാസം തരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സക്സസ് തരുന്നതാണ്. നിങ്ങളത് കാണുന്നുണ്ടായിരിക്കണം പലരും. ഇവിടെ ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് കണ്ടില്ലേ. ഇതിൽ പരം ഇനി എന്താ വേണ്ട? 3+7 4 9 7. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇവിടെ റെയിൻബോ വന്നിരിക്കുന്നു, ഇവിടെ ഡവ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ പീക്കോക്ക് ഒക്കെ. പീക്കോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, എടുത്തു കാണിക്കുന്ന ഒരു ഇതാണ്. ഭംഗി കൊണ്ട്, ആകാര സൂക്ഷ്മ കൊണ്ട്, അല്ലെങ്കിൽ ആകാര ഭംഗി കൊണ്ട് എടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ പേഴ്സണാലിറ്റി കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന, മറ്റുള്ളവരെ എത്രയും പെട്ടെന്ന് ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഒരു വ്യക്തിത്വം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു വ്യക്തിത്വത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. മയിൽ പീലി വിടർത്തി നിൽക്കുമ്പോൾ ആരും ഒന്ന് നോക്കിപ്പോകും അല്ലേ എന്ന് പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ തലയെടുപ്പോടുകൂടി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ ഇതാണ് നിങ്ങളിലേക്ക് ഹീലിംഗ് വരുന്നുണ്ട്, ഹാപ്പിനെസ് വരുന്നുണ്ട്. ഈ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഒരു പേഴ്സണൽ ഹീലിംഗ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സമാധാനം വരുന്നുണ്ട്. സമാധാനത്തിന്റെ സന്ദേശവാഹകരാണല്ലോ വെള്ളരിപ്രാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട് ഈ ഒരു വെള്ളരിപ്രാവും. സമാധാനവും സന്തോഷവും ആകർഷിക്കത്തക്ക വിധത്തിലുള്ള വ്യക്തിത്വം ഇതെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഹീലിംഗ് നടക്കുന്നു ഇന്നത്തെ ദിവസം. മനസ്സിലായി. നിങ്ങൾക്ക് സ്വയം അത് നടത്താനും സാധിക്കും. അപ്പൊ അത്രമാത്രം വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള, അത് പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ നീങ്ങാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപാട് പുഷ്പങ്ങൾ കണ്ടില്ല. ഇവിടെ ബ്ലെസ്സിങ്സ് ആണ്. ഇവിടെ ഈ ഒരു ലോട്ടസ് ഫ്ലവർ ഒക്കെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് ആണ്, ദൈവാനുഗ്രഹമാണ്, ദൈവികമായ സാന്നിധ്യമാണ് നമ്മളെ ഈ ലോട്ടസ് ഫ്ലവറിനെ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെയും കണ്ടില്ലേ റെയിൻബോസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചക്രാസിന്റെ ആക്ടിവേഷൻ ആണ്. അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് ധനം വരുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട്. ഒരുപാട് നല്ല ചില സാഹചര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇതിന് ടാരോ കാർഡ്സും കൂടെ ഒന്ന് എടുത്ത് നോക്കാവേ.
ഇവിടെ 2 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇതുവരെ ഒരു ബാലൻസ് ഇല്ലാതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് വരും. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണോ, സാമ്പത്തിക കാര്യങ്ങൾക്കാണോ, അഥവാ ഇനി മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇവിടെ ഇംബാലൻസ് ആയി കിടന്ന കാര്യത്തെ ബാലൻസിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നതാണ് എന്നാണ് കാണുന്നത്. നമ്പർ 2 ആണ്. ഇതൊക്കെ ഒരു കോംപ്രമൈസിന്റെ കാർഡാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആരോടെങ്കിലും കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റിയാൽ കോംപ്രമൈസ് ചെയ്തു പോകാം. ബാലൻസ് ചെയ്തു പോകാൻ പറ്റണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അഥവാ ജോലി ചെയ്യുന്ന ഇടങ്ങളിലാണെങ്കിലും ആരോടെങ്കിലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകണം, കോംപ്രമൈസ് ചെയ്ത് പോകണം, അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കത് സാധ്യമാകും എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. വളരെ നല്ല എനർജിയാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്റ്റാറിന്റെ പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല ഒരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു സ്റ്റാറായിട്ട് തിളങ്ങാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നുണ്ട്, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ ഉയരങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് സാധിക്കും. ഏതെങ്കിലും കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തിട്ട് അത് അങ്ങനെ നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കണ്ടില്ല, സഫലത. അതായത് സഫലത എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഹത്തിന് വേണ്ടുവോളം, നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് വേണ്ടുവോളം സാമ്പത്തികത്തെ നിങ്ങൾക്ക് പ്രയോഗിക്കാനുള്ള എനർജിയാണിത്. അപ്പൊ ഇത് നിങ്ങൾ വിഷമിച്ചിരുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം കുറച്ച് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് സോൾവ് ആയി കിട്ടുന്നതാവാം. ചിലർക്ക് ജോലി കിട്ടുന്ന എനർജി ആവാം, അതുമല്ല എങ്കിൽ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയുമാകാം. എന്തായാലും ശരി, ഇന്നത്തെ ദിവസം കണ്ടില്ലേ, ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഡിവൈനിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇവിടെ. ചിലർക്ക് വിവാഹം നടക്കുക, ചിലർക്ക് ജോലി ലഭിക്കുക, അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ മുന്നോട്ട് നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. സാമ്പത്തികപരമായി ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, ഡിവൈൻ എനർജി. അതാണ് ഇവിടെ കാണുന്നത്. ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാവേ. ഇവിടെ 4 ഓഫ് വാൺസിന്റെ എനർജിയാണ്. വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് 4 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൈഫിന് സ്ഥിരത കിട്ടുന്നതാണ്. ഇവിടെ ഒത്തിരി 4 ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിനൊരു സ്ഥിരത ലഭിക്കാൻ പോകുന്നു, സ്ഥായി ഭാവം നിലനിൽക്കാൻ സാധിക്കുന്നു ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കത് നിലനിർത്താൻ സാധിക്കുന്നു. ചില ജോലിക്കാര്യങ്ങളിലാവാം, ചില മറ്റ് പല ബന്ധങ്ങളിലാവാം. ഒത്തിരി എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു, ജീവിതത്തിലേക്ക് സെലിബ്രേഷൻ നടത്താൻ സാധിക്കുന്നു. ഒരു സെലിബ്രേഷനുള്ള സമയമായിട്ടുണ്ടാവണം നിങ്ങൾക്ക് ഇപ്പോൾ. കാരണം ഇതാണ് ഇവിടെ ഒരു സ്ഥിരത വന്നിരിക്കുന്നത്. 11 ഇവിടെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും വന്നിരിക്കുന്നത് 11 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവണം. ഒത്തിരി സന്തോഷം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. സന്തോഷം വരുന്നു എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷം ഇപ്പോൾ ഉടനെ വരുന്നു എന്നായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനൊരു മാറ്റം വരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമായി വരുന്ന എനർജി ആവണം ഇത് കേട്ടോ. അങ്ങനെ വേണം വിചാരിക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ആത്മീയപരമായ പാതയിലേക്കുള്ള ഒരു യാത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വേയിലൂടെയാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി, സ്വന്തം ജീവിത കൃത്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ എന്താണ്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സത്യസന്ധത പുലർത്തണം. 100% നിങ്ങൾ സത്യസന്ധത പുലർത്തണം ഒന്നാമതായിട്ട്. പിന്നെ അവിടെ ഒരു കൃത്യനിഷ്ഠ കൊണ്ടുവരണം.
പിന്നെ എന്താണ്, ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു വിജയമുണ്ടാകും. അതുപോലെ ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് തിരികെ തരും. മനസ്സിലായി? നിങ്ങൾ ഏറ്റെടുക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അതിന് ഫലം കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രവൃത്തിയിൽ സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ നിറച്ചുകൊണ്ട് അപ്പോഴാണ് നിങ്ങളിലേക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലഭിക്കുന്നത്. മനസ്സിലായി? ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഹെറോഫന്റിന്റെ എനർജിയാണ്. ഇവിടെ സത്യസന്ധതയും കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ മറ്റു പല എനർജീസും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പ്രപഞ്ചത്തെ സൂക്ഷിക്കുന്ന, പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ആണ് ഹെറോഫന്റ് എന്ന് പറയുന്നത്. അതായത് വലിയ പള്ളിയിലെയൊക്കെ തിരുമേനിമാരും അതായത് ചില ക്ഷേത്രങ്ങളിലെയൊക്കെ തിരുമേനിമാരുടെ ഒക്കെ കാര്യമാണ് പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവികമായ എനർജി നിറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി. അതാണ് പറഞ്ഞത്. ഒരുപാട് ദൈവികമായ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, പ്രപഞ്ച സത്യം അറിയാനുള്ള ഒരു കഴിവ് ഉള്ളവർക്കാണ് ഇങ്ങനെ ഒരു പദവി ലഭിക്കുന്നത്, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മടി വിചാരിക്കില്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.